ദഹനം മെച്ചപ്പെടുത്താനും ശരീരത്തിന് കുളിർമ നൽകാനും ലോ കലോറി ഹൈ റിഫ്രഷ്മെൻറ്റ്, അതും നാച്ചുറൽ പ്രോബയോട്ടിക്സ് ചേർത്ത് ഡയറ്റ് ചെയ്യുന്നവർക്ക് ധൈര്യമായി കുടിക്കാം. വേനൽക്കാലം കൂളാക്കാൻ ഉണ്ടാക്കാം മസാല ചാസ്. ഈ മസാല ചാസ് വെച്ചിട്ട് 3 ഗട്ട് ഫ്രണ്ട്ലി പ്രോബയോട്ടിക് ഡ്രിങ്ക്സാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 പിടി പുതിന, 1 പിടി മല്ലിയില ചേർത്തിട്ടുണ്ട്. എരിവിനായിട്ട് 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, നല്ല ജീരകമാണ് 1/2 സ്പൂൺ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചാട്ട് മസാലയാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് അരിഞ്ഞു കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ വേണം നമുക്കൊന്ന് അരിച്ചെടുക്കാൻ. നിങ്ങൾക്കിത് കുറച്ചധികം നാൾ വെക്കണമെങ്കിൽ നമ്മൾക്ക് ഇതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. ഞാനിത് ഒത്തിരി നാളത്തേന് വെക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അരിക്കാണ്ട് ഇത് ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഫുള്ളായിട്ട് നമ്മളിത് ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രേ ഫുള്ളാക്കാനുള്ള ജ്യൂസ് കിട്ടും കേട്ടോ. ഇനി നമ്മൾക്കിതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഇതൊന്ന് അരിച്ച് ഈ ജ്യൂസ് മാത്രമാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നാളിത് നമ്മൾക്ക് എടുത്തു വയ്ക്കാൻ പറ്റും. ഇതാ നമ്മളുടെ ഐസ് ക്യൂബ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല കളർഫുൾ ആയിട്ടില്ലേ? ഇത് നമ്മൾക്ക് എങ്ങനെ എടുത്തു വെച്ചാൽ നമ്മളുടെ വേനൽ തീരും വരെ കുടിക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് ഇത് വെച്ചിട്ട് 3 വെറൈറ്റീസ് ആയിട്ടുള്ള സ്പെഷ്യൽ സമ്മർ ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാം. ശരീരം കൂളാക്കാൻ 95% വാട്ടർ കണ്ടൻറ്റുള്ള നമ്മളുടെ ഈ ഹൈ ഫൈബർ ആയിട്ടുള്ള ക്യുക്കുംബർ. ഇത് ഞാൻ ഒരു ക്യുക്കുംബർ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ, നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഒരു കളറും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ആ ഗ്രീൻ കളർ അങ്ങനെ കിട്ടാനായിട്ടാണ് ഞാൻ ഇതിൻ്റെ തൊലിയോട് കൂടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് കേടാണ് എടുത്തിരിക്കുന്നത്. ഡയറ്റ് ചെയ്യുന്നവർ എപ്പോഴും ലോ ഫാറ്റ് കേട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് 3 4 ഇട്ട് കൊടുക്കാം, അതിൽ കൂടുതലാകണ്ട. ഈ വെള്ളമൊന്നും ഒഴിക്കാണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കുംബറൊക്കെ അരയാതെ കിടക്കും. ഇനി ഇതിലേക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. എത്ര ലൂസാക്കി നിങ്ങൾക്ക് കുടിക്കണോ അത്ര വെള്ളം ഈ ടൈമിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ക്യുക്കുംബർ ജ്യൂസ് നമ്മൾ അരിക്കാതെ കുടിക്കുമ്പോൾ ഇതിലെ ഫൈബർ പൂർണ്ണമായും നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ദഹനം മെച്ചപ്പെടുത്തുകയും കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രോബ്ലംസ് ഒഴിവാക്കുകയും ചെയ്യുന്നു. മസാല ക്യൂബ് വെച്ച് മാത്രം ഒരു സ്പെഷ്യൽ ഡ്രിങ്ക്സും കൂടെ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഒരു ബീട്രൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഒരു ഡ്രിങ്ക്സ് തയ്യാറാക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ ബീട്രൂട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഞാൻ 3 മസാല ക്യൂബ്സ് അല്ലെങ്കിൽ ചാസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് കേടാണ് ചേർക്കുന്നത്. ഇതും വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് വെച്ചിട്ടുണ്ട്. നമ്മുടെ കളർഫുള്ളായിട്ടുള്ള ബീട്രൂട്ട് മസാല ചാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാവ്, സൂപ്പർ അല്ലേ? ഇനി ഇതൊന്നുമില്ലെങ്കിൽ തന്നെ നമ്മൾക്ക് 1 ഗ്ലാസ് ബട്ടർ മിൽക്ക് എടുക്കുക. ഇതിലേക്ക് നമ്മളുടെ മസാല ക്യൂബ്സ് 2 3 ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. സൂപ്പർ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഗട്ട് ഫ്രണ്ട്ലി സമ്മർ ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ക്യൂബ്സ് ആയിട്ട് ഉണ്ടാക്കി വെക്കാൻ താല്പര്യമില്ല എങ്കിൽ വളരെ കുറച്ച് മാത്രം ക്വാണ്ടിറ്റി എടുത്തിട്ട് അപ്പം തന്നെ നമ്മൾക്ക് ക്യുക്കുംബറോ ബീട്രൂട്ടോ ഒക്കെ ഇട്ട് അടിച്ച് കുടിക്കാവുന്നതാണ്. നമ്മൾ ഈ ബീട്രൂട്ടും ക്യുക്കുംബറും ഒക്കെ ട്രൈ ചെയ്ത പോലെ തന്നെ നമ്മൾക്ക് പച്ചമാങ്ങ വെച്ച് ട്രൈ ചെയ്യാവുന്നതാണ്. എന്തിനു പറയുന്നു, നമ്മൾ സാധാരണ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഈ മസാല ക്യൂബ്സ് ഒരു 2 എണ്ണം ഒന്ന് ഇട്ട് നോക്കിക്കേ, ടേസ്റ്റ് ഇരട്ടിയാകും. അങ്ങനെ ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോബയോട്ടിക്സ് ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. നല്ല കളർഫുൾ ആയിട്ടുള്ള 3 ഡിഫറെൻറ്റ് സമ്മർ ഡ്രിങ്ക്സ് രാവിലെയോ ഉച്ചയ്ക്കോ കുടിക്കാവുന്നതാണ്. വൈകിട്ട് ചിലർക്ക് കേട് കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് അങ്ങനെയുള്ളവർ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഡയറ്റ് ചെയ്യുന്നവർക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കുറേ സാലഡ് റെസിപ്പീസൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാകും. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.